വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. ദേവാലയ വികാരി ഫാദർ സജി പൊന്മിനിശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് പാട്ടുകുർബാന നടന്നു. ഈ മാസം 22 മുതൽ ജൂലൈ 2 വരെ 11 അപ്പോസ്തലന്മാരുടെ തിരുനാളുകളാണ് ആഘോഷിക്കുക. ഈ മാസം 26 പ്രാർത്ഥനാ ദിനമായി ആചരിക്കും. അന്നേ ദിവസം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ ദിവ്യകാരുണ്യ ആരാധന നടക്കും. ജൂലൈ 3 ഞായറാഴ്ച ദുക്രാന തിരുനാൾ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് ദിവ്യബലി, ലത്തീഞ്ഞ്, പ്രദക്ഷിണം, ഊട്ടുനേർച്ച തുടങ്ങിയവ നടക്കും. കൊടുങ്ങല്ലൂർ മേത്തല പറമ്പിക്കുളങ്ങര മാനവസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സഭ സംഘടിപ്പിച്ചു. ദേശീയ പുരസ്കാരം നേടിയ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സ് PJ ലിൻസി, MCOM പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ലക്ഷ്മിപ്രിയ, SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ സിബി ടോം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാനവസേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് OV സന്തോഷ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റോഷ് മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് TK മധു, സജീവൻ പറപ്പറമ്പിൽ, സ്മിത ആനന്ദൻ, TS സജീവൻ, CO ലക്ഷ്മി നാരായണൻ, OP സുരേഷ്, ബീന ശങ്കർജി എന്നിവർ സംസാരിച്ചു. മേത്തല കണ്ടംകുളം ഈഴവ മരണാനന്തര സഹായ സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും പുസ്തക വിതരണവും നടന്നു. CK നാരായണൻകുട്ടി ശാന്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആ വിഷയത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്ത് പഠിച്ചിട്ടുണ്ട്, മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മൾ അമ്മമാര് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു ഗൃഹാന്തരത്തിൽ കരയാൻ മാത്രം നമ്മൾ പോയാൽ പോരാ, നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് ഈ മരണാനന്തര വീടുകളിൽ പ്രാർത്ഥന നിർബന്ധമായും നമ്മൾ ശീലിച്ചിരിക്കണം. അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ 10 ദിവസത്തിലെ ആ വീട്ടിൽ ഉണ്ടാകുന്ന ആ കുടുംബനാഥന്റെ വൈഷമ്യം മനസ്സിലാക്കി ആ 10 ദിവസത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ അർപ്പണമായിട്ട് ചെയ്തുകൊണ്ട് ഈ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ഈശ്വരാനുഗ്രഹം നമുക്ക് ഏവർക്കും സിദ്ധിക്കട്ടെ, ലഭ്യമാകട്ടെ, അതിനുവേണ്ടി സർവീശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മാതൃസദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തങ്കപ്പൻ ഊർക്കോലിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം റിജി ജോഷി പുസ്തക വിതരണം നിർവഹിച്ചു. സുഭാഷ് പുളിക്കൽ, TP ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CK മുരളീധരൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും TT സെബാസ്റ്റ്യൻ പഠനോപകരണ വിതരണവും നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് AK രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. PC ബിനീഷ്, KB അനുരാജ്, TS സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മേത്തല ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ MK സഗീർ ഉദ്ഘാടനം ചെയ്തു. KT കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CS അനുമോദ് ആമുഖ പ്രസംഗം നടത്തി. EO ജോൺസൺ, ജലജ രാജൻ, വിനേഷ്, MC ഗണേഷ്, MC ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. TV ജിജു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മുരുകൻ യോഗ പരിശീലനവും നയിച്ചു. കൊള്ളിക്കത്തറ ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ പ്രഭാഷണവും ഇഫ്താർ സംഗമവും നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന സംഗമം യൂനസ് ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. KS നാസർ അധ്യക്ഷത വഹിച്ചു. സിറാജുദ്ദീൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. KS വാലിഹ്, PH ഫൗഷാദ് എന്നിവർ സംസാരിച്ചു. എനിക്കൊന്ന് മുഹമ്മദ് നബിയെ കാണിച്ചു തരുമോ, എനിക്കൊന്ന് മുഹമ്മദ് നബിയെ കാണിച്ചു തരുമോ? സഹാബാക്കൾ കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരായ സഹാബത്തിനോട് കൂടെ പെണ്ണു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ എന്താണ് നിന്റെ സങ്കടം, എന്താണ് നിന്റെ വിഷമം, എന്തിനു വേണ്ടിയാണ് നീ കരഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ എന്റെ ഭർത്താവ് വിദേശത്ത് പോയ സമയത്ത് ഞാനൊരു അന്യപുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂലൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണന് സ്വീകരണം നൽകി. SNDP യോഗം കഴിമ്പ്രം നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കുട്ടമംഗലം 6 യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.